അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ടൊരു ഫ്രോക്ക് എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളത് കാണിക്കണേ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി തയ്ച്ചതാണ്. 1 വയസ്സ് പ്രായമുള്ളൂ അവൾക്ക്. 1 വയസ്സും 2 മാസമാണ് ആയത്. അപ്പോൾ അവളുടെ അളവിലാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും തയ്ച്ചെടുക്കാം. ഇതൊരു മറ്റേ വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. വെൽവെറ്റിൻ്റെ ക്ലോത്ത് കട്ട് പീസായിട്ട് ചെറിയ 2 പീസുകൾ കിട്ടിയപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാ ഫോൾഡ് ചെയ്ത് വെച്ച 2 പീസുകളാണ്. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ചാണ്. ലെങ്ത്ത് ഞാനിതുപോലെ കൊടുക്കണേ. 17 ഇഞ്ച് ലെങ്ത്തും എടുക്കണേ. 17 ഇഞ്ച് ലെങ്ത്തിലും 9 ഇഞ്ച് വിഡ്ത്ത് ഫോൾഡ് ചെയ്തിട്ടാണ് 9 ഇഞ്ച് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു പീസിൻ്റെ വിഡ്ത്ത് നമുക്ക് 18 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷേപ്പൊന്നും ഇപ്പോൾ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടേ ഉള്ളൂ. ഷേപ്പ് നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ ഇതാ വേറൊരു പീസ് നമുക്ക് കയ്യിൻ്റെ വള്ളി വെക്കാൻ വേണ്ടിയിട്ട് സ്ട്രാപ്പ് അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു പീസും കൂടി എടുക്കണം. അപ്പോൾ ഇതാ ഞാനൊരു 2 ഇഞ്ചിൽ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റൊന്നായിട്ട് ഒന്നിച്ചാണ് തയ്ച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് 2 എണ്ണം ആക്കിയാൽ മതി. 2 സ്ട്രാപ്പ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് തുടക്കക്കാർക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഫ്രോക്കാണിത്. കാര്യമായിട്ട് പണിയൊന്നുമില്ല അതിന്മേ. ചെറിയ കട്ട് പീസൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല വശം പുറത്തേക്ക് വരുന്ന രൂപത്തിൽ ഇതുപോലെ സെൻറ്ററിക്കാക്കി മടക്കുക. പിന്നെ ഒന്നുകൂടി മടക്കുക. അപ്പോൾ ഇതുപോലെ എന്നിട്ട് അതിൻ്റെ 2 അറ്റത്ത് കൂടി തയ്ച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതാ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് മുകൾ ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതാ മുകൾ ഭാഗമാണ് ഡബിൾ ഫോൾഡ് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മറ്റേ പീസിലും ചെയ്തെടുക്കാം. ഈ പീസിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്തതാ ഞാൻ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഭാഗം ചെയ്ത് കൊണ്ടുവന്ന് അതുപോലെ ഇതാ സ്ട്രാപ്പും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് 2 എണ്ണം ആക്കാം. ഞാനൊരു 8 ഇഞ്ച് ലെങ്ത്തിലൊക്കെയാണ് എടുക്കുന്നത്. ഒരു ഭാഗം തന്നെ നമുക്ക് ഒരു 8 ഇഞ്ചൊക്കെ മതിയാവും. അത് നമ്മുടെ കുട്ടികളുടെ വലിപ്പം അനുസരിച്ച് അവരുടെ അളവനുസരിച്ച് നമുക്ക് മാറ്റാവുന്നതാണ്. ഇനി നമുക്കിതുപോലെ ഇതാ ഇത് ബോഡി പാർട്ട് ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഷേപ്പ് ഒന്ന് അടയാളപ്പെടുത്തണം. ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്താണ് നമുക്ക് ഷേപ്പ് അടയാളപ്പെടുത്തി. നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കുറച്ച് സീം അലവൻസും വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാൻ എന്താ എൻ്റെ മോൾക്ക് സീം അലവൻസും കൂട്ടിയിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ചൊക്കെ സീം അലവൻസ് എടുത്തിട്ടുണ്ട്. അത് കൂട്ടിയിട്ട് ഒരു 7.5 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷേപ്പായിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ ഒന്നിങ്ങനെ വീതി കുറച്ച് കൊണ്ടുവരാം. അങ്ങനെ താഴെ വരെ നമുക്ക് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ അതിൻ്റെ അടിഭാഗവും നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാനേ ഉള്ളൂ. സ്ട്രാപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്ട്രാപ്പ് വെക്കണ വീഡിയോ ഇതിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക.
രണ്ട് ഭാഗത്തും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. സിമ്പിളായിട്ട് നമുക്ക് തേച്ചെടുക്കാം. നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഫ്ലവർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കും. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫ്ലവർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ടേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.